Next, algorithms and flowchart. First of all, we will discuss about algorithm. The step-by-step procedure to solve a problem is known as algorithm. അതായത് ഒരു പെർട്ടിക്കുലർ ടൈപ്പിൽ എഴുതുന്ന നമ്മൾ ഏതൊരാൾക്ക് നോക്കിയാൽ മനസ്സിലാകുന്ന രീതിയിൽ, അത് പ്യുവർലി എന്തല്ല പ്രോഗ്രാമിംഗ് ലാംഗ്വേജും അല്ല, അല്ലെങ്കിൽ അതുപോലെ തന്നെ പ്യുവർലി എന്തല്ല ഒരു നമ്മളുടെ ഒരു നാച്ചുറൽ ലാംഗ്വേജ് അല്ലാത്ത രീതിയിലാണ് അൽഗോരിതം എഴുതുക. അപ്പൊ നമുക്കൊരു ക്വസ്റ്റ്യൻ നോക്കാം. ഫൈൻഡിങ് ദി സം ആൻഡ് ആവറേജ് ഓഫ് 3 numbers. അൽഗോരിതം എഴുതാനാ പറഞ്ഞ് 3 നമ്പേഴ്സിന്റെ സമ്മ് കാണും ആവറേജ്. അപ്പൊ സമ്മ് കാണുന്ന 3 നമ്പേഴ്സ് ആയതുകൊണ്ട് ആ 3 നമ്പേഴ്സ് എ ബി സി ഞാൻ കൊടുക്കുന്ന എയിലേക്ക് പോകും. ഇവിടെ 10 എന്ന് കൊടുക്കുക എയിലേക്ക് പോകും, ബി എന്ന് കൊടുക്കുന്നതിൽ ഇപ്പോൾ എൻ്റർ ചെയ്യുന്ന ബിയിലേക്ക് പോകും, 9 ബിയിലേക്ക് പോയി. ഞാൻ അടുത്ത എൻ്റർ ചെയ്യുന്ന 11 സിയിലേക്ക് പോകും. ഇത് മൂന്നും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ എസ്സിൽ ഒരു റിസൾട്ട് കിട്ടും. പിന്നെ ആവറേജ് കാണണമെങ്കിൽ അതിനെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യും, കാരണം 3 ഐറ്റം ആണ്, 3 കൊണ്ട് ഡിവൈഡ് ചെയ്തത്. എനിവേ നമുക്ക് നോക്കാം. അൽഗോരിതം എഴുതുമ്പോൾ സ്റ്റാർട്ട് ഉണ്ടാവും, സ്റ്റോപ്പ് ഉണ്ടാവും. സ്റ്റെപ്പ് 1 സ്റ്റാർട്ട്. സെക്കൻഡ് സ്റ്റെപ്പ് എ ബി സി, നമ്മൾ വാല്യൂ ഇൻപുട്ട് കൊടുക്കണം. അപ്പൊ ഇൻപുട്ട് എ ബി സി, ദെൻ എസ് ഇസ് ഈക്വൽ ടു എ പ്ലസ് ബി, ദെൻ അതിന്റെ ആവറേജ് ഉണ്ട് എസ് ബൈ 3. അറ്റ് ലാസ്റ്റ് ബി പ്രിന്റിംഗ് പ്രിന്റ് എസ് ആൻഡ് സ്റ്റോപ്പ്. This is algorithm for finding the sum and average of 3 numbers. Next question, write the algorithm for finding the area and perimeter of a rectangle. The area of a rectangle equation L into B, the length into breadth. അതുപോലെ തന്നെ പെരിമീറ്റർ ആണ് 2 into L plus B എന്നാണ്. അപ്പൊ നമുക്ക് വേണ്ടത് എല്ലും ബിയും കിട്ടിക്കഴിഞ്ഞാൽ ഇതെല്ലാം കിട്ടും. എനിവേ സ്റ്റാർട്ട് input L and B, perimeter equal to P equal to 2 into L plus B, same as P A equal to L into length into breadth area. At last printing A and P, then stop. Okay. Characteristics of an algorithm. Various characteristics of an algorithm. Some of them are input, output, finiteness, definiteness, and effectiveness. Input means an algorithm can take 0 or more inputs. Output, an algorithm must produce at least one output. Algorithm at least must produce at least one output. Finiteness means algorithm must terminate in finite time. Terminate. Definiteness means an algorithm must be clear and unambiguous. വളരെ ഈസി ആയിട്ട് വായിക്കാനെല്ലാം പറ്റും. Effectiveness, an algorithm should take less time and space to execute. Fast ആയിട്ട് ലെസ് ടൈം എടുത്തിട്ട് എക്സിക്യൂട്ടീവ് സ്പേസ് യൂട്ടിലൈസ് ചെയ്യും. ഇതാണ് characteristics of an algorithm. Okay, thank you.